കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിലൂടെ നിലമ്പൂർ വഴി ഒന്ന് പാസ് ചെയ്യുമായിരുന്നു. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പാസ് ചെയ്യാമായിരുന്നു. ആ സമയത്ത് നമ്മൾ ഈ കോവിലകം കണ്ടു. എന്നാൽ പിന്നെ അവിടെ കയറിയിട്ട് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ചെയ്യാമല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ നമ്മുടെ ഈ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണേ. സോ നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് എൻട്രൻസ് ഒക്കെ കണ്ടില്ലേ? അല്ല, ഇത് നമ്മളെ കോവിലകം എൻട്രൻസ് കണ്ടില്ലേ? പിന്നെ എന്താണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നിറയെ വീടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കൂട്ടുകാരെ, ഇതാണ് കേട്ടോ ഇവിടെയുള്ള അമ്പലം. ഇവിടെ ഇത് കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ അമ്പലം. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ പണ്ടത്തെ കോവിലകമാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ കണ്ടില്ലേ സൈഡിലൊക്കെ ആയിട്ട് നമ്മുടെ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത് കണ്ടില്ലേ? അധികമൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, കണിക്കൊന്ന പൂത്തി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ആ അമ്പല പരിസരമാണ്. ഈ കാണുന്ന ഈ റോഡിലൂടെയാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ നമ്മുടെ ആ പുഴയിലോട്ട് പോകുമ്പം ബോർഡുണ്ട്, കുളിക്കടവിൽ മീൻ പിടിക്കാൻ പാടില്ല എന്നങ്ങനെ ഒരുപാട് നിയമങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഞങ്ങൾ ജസ്റ്റ് പോയി വരുന്ന സമയമല്ലേ, അപ്പം എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള വിഷ്വൽസ്. നമുക്ക് പോകുന്ന വഴിക്ക് വലിയ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വേണേൽ നമുക്ക് പോകാനായിട്ട്. ഞാൻ സ്റ്റെപ്പ് അങ്ങനെ വീഡിയോ എടുത്തില്ല, ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവിടെ ആ ഒരു പുഴയുടെ മുകളിൽ ഉള്ള ഒരു ആൽമരമാണ്, വലിയ ആൽമരമാണ്. എന്താണ്ട് ഈ കാണുന്ന സ്റ്റെപ്പിലൂടെ നമുക്കിനി വീണ്ടും താഴത്തോട്ട് ഇറങ്ങണം കേട്ടോ. കണ്ടോ, ഇനി നമ്മൾ ഏതാണ്ട് ആ താഴത്തെ കാണുന്ന ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അതേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ വിശ്വാസമൊന്നും എടുത്തില്ല. നമ്മൾ വലിയ സ്റ്റെപ്പൊക്കെ ഉണ്ട്, അവിടെ വലിയ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ റീൽസിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അടുത്ത് ഞാൻ റീൽസ് ഇട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുമ്പായിട്ട്, അപ്പോൾ അതിലൊക്കെ ഉണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇവിടെയാണ് ആ പുഴയുടെ ഭാഗമാണ്. കല്ലൊക്കെ നല്ല പൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. ഡാൻസ് കളിക്കുന്ന സമയത്തൊക്കെ ആയിട്ട് കാല് നല്ല പൊള്ളുന്നുണ്ടായിരുന്നു, നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. അങ്ങനെ മീൻസ് നല്ലപോലെ ചൂടെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പൊള്ളിയിട്ടൊന്നുമില്ല, ബേണായിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് ഈ പുഴയിലാണെങ്കിൽ മീനാണോ എന്താണെന്നറിയില്ല, നന്നായിട്ട് എന്തൊക്കെയോ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ കാണുന്ന മാതിരിയൊന്നുമല്ല, ഫോണിൽ കാണുമ്പം നമ്മൾ ഒരു വിൻറ്റേജ് സ്റ്റൈലിലാണ് കാണിക്കുന്നത്. പക്ഷേ റിയലായിട്ട് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ദാണ്ടി പിന്നെ നമ്മൾ ഈ പോകുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ. പോകുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഈ പാറയിൽ ഇതുപോലെ കുത്തി പണിത് വെച്ചിട്ടുള്ള ഈ സ്റ്റെപ്സാണ്. ഇത് കണ്ടോ, ഇവിടെ ഇതുപോലെ വഴിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇവർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഇതിങ്ങനെ വെച്ചിട്ടുണ്ടാവുക. പിന്നെ ഇത് കാണുന്ന മാതിരിയല്ല, നല്ല ഹൈറ്റ് ഉണ്ട്. കാണുമ്പോൾ ഇത് ചെറിയ ഹൈറ്റേ ഉള്ളൂ, ബട്ട് ആക്ച്വലി നല്ല ഹൈറ്റ് ഉണ്ട്. പിന്നെ അതാണ്ട് ഈ സൈഡിലൂടെ ഒക്കെ ഒരു വഴിയൊക്കെ കാണുന്നുണ്ട്. എന്താ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തേ കാണാൻ നല്ല ഭംഗിയുള്ള മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ടെറസിൻ്റെ മുകളിലുണ്ട് ഇതുപോലെയുള്ള മരങ്ങൾ. നല്ല രസമല്ല ആകാശത്തിൻ്റെ വ്യൂവേഴ്സൊക്കെ കാണാനായിട്ട്.
ഇനി ഇതേ ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റെപ്പ് കണ്ടോ, ഇതാണ് നമ്മുടെ ആദ്യം ഇതുപോലെ നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. അതിൻ്റെ അപ്പുറത്തായിട്ട് സാധാ നമ്മുടെ വെട്ടുകല്ല് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. ഇത് നമ്മുടെ കോൺക്രീറ്റ് ചെയ്ത സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മൾ കണ്ടോ ഇതിൻ്റെ സൈഡിൽ സ്റ്റെപ്പ് കണ്ടില്ലേ. ഇത് ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഉണ്ടാവുന്ന വ്യൂ ആണിത്. അങ്ങനെ ഇതുപോലെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. മുകളിലോട്ട് ഇങ്ങനെ കയറി പോകുന്ന സ്റ്റെപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുണ്ടായിരുന്ന കണിക്കൊന്നയുടെ വ്യൂ ആണ് കേട്ടോ ഇത്. നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടില്ല, പോകാൻ നേരത്ത് കണ്ട കണിക്കൊന്നയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്, ഫുൾ ഓഫ് മഞ്ഞപ്പ്. അത് വേറൊരു ഇതാണല്ലോ. പിന്നെ ഞങ്ങളിത് ഇനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. സോ ബൈ ബൈ.